ഹലോ A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓട്ടം തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവും നിരവധി തുള്ളൽ കൃതികളുടെ കർത്താവുമാണ് കുഞ്ചൻ നമ്പ്യാർ. ഇന്നത്തെ വീഡിയോ കുഞ്ചൻ നമ്പ്യാർക്ക് വേണ്ടി. പണ്ട് ഒരു ബ്രാഹ്മണൻ കിള്ളിക്കുറിശി മംഗലം ക്ഷേത്രത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പണക്കിഴിയുണ്ടായിരുന്നു. ഇന്നത്തെ പാലക്കാട് ജില്ലയിലാണ് കിള്ളിക്കുറിശി മംഗലം എന്ന ഗ്രാമം. പണക്കിഴി ക്ഷേത്രക്കുളപ്പടവിൽ വെച്ച് ബ്രാഹ്മണൻ കുളിക്കാനിറങ്ങി. ആ സമയത്ത് ഒരു പശു വന്ന് പണക്കിഴിക്ക് മേലെ ചാണകമിട്ടു. കുളി കഴിഞ്ഞ് കയറിയ ബ്രാഹ്മണൻ പണക്കിഴി കാണാതെ ആകെ പരിഭ്രാന്തനായി നിലവിളി തുടങ്ങി. ആ നാട്ടിലുള്ളവരെല്ലാം വിവരമറിഞ്ഞു. ബ്രാഹ്മണൻ സങ്കടപ്പെട്ട് അവിടെയുള്ള ആൽമരത്തറയിലിരുന്നു. ആ ക്ഷേത്രത്തിൽ കഴകക്കാരിയായിരുന്ന നങ്ങിയാർക്ക് വൃത്തിയാക്കലും മാല കെട്ടലും മറ്റുമാണ് ജോലി. കുളപ്പടവ് വൃത്തിയാക്കാനായി ചാണകം വാരിയപ്പോൾ പണക്കിഴി കിട്ടി. അവരത് വേഗം ബ്രാഹ്മണന് നൽകി. അത് വാങ്ങിയ അദ്ദേഹം സന്തോഷത്തോടെ നങ്ങിയാരെ അനുഗ്രഹിച്ചു. നല്ലവളായ നിനക്ക് ഒരു മകനുണ്ടാവട്ടെ, അവൻ അതിപ്രശസ്തനായിരിക്കട്ടെ. ആ മകനാണ് കുഞ്ചൻ നമ്പ്യാർ. നമ്പ്യാരുടെ ജനനത്തെക്കുറിച്ച് ഈ ഐതിഹ്യമല്ലാതെ വ്യക്തമായ മറ്റു രേഖകളൊന്നുമില്ല. 1700കളുടെ ആദ്യമാണ് കുഞ്ചൻ്റെ ജനനമെന്നും ഒരു വാദമുണ്ട്. പ്രാരംഭ വിദ്യാഭ്യാസം നേടിയ ശേഷം നമ്പ്യാർ ചെമ്പകശ്ശേരി രാജധാനിയായ അമ്പലപ്പുഴയിൽ ചെന്നു താമസമാക്കി. ഇവിടെ താമസിക്കുന്ന കാലത്താണ് നമ്പ്യാർ സംസ്കൃതത്തിലും മലയാളത്തിലും പാണ്ഡിത്യം നേടിയത്. ഇതിനിടയിൽ ചെമ്പകശ്ശേരിയിലെ ദ്രോണംപിള്ളി ആശാനിൽ നിന്ന് കച്ച കെട്ടുന്നതും ആയുധാഭ്യാസവും പരിശീലിച്ചിരുന്നത്രേ. കഥകളിക്കും തുള്ളലിനും മെയ്വഴക്കം ആവശ്യമാണ്. അതിന് കച്ച കെട്ടിയേ തീരൂ. ഒരിക്കൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കൂത്തിന് മിഴാവ് കൊട്ടിയിരുന്നത് കുഞ്ചൻ നമ്പ്യാരായിരുന്നു. കൂത്തിനിടയ്ക്ക് നമ്പ്യാർക്ക് ഉറക്കം വന്നു. മിഴാവ് കൊട്ടുന്നിടത്ത് തന്നെ ഇരുന്ന് നമ്പ്യാർ ഉറങ്ങാൻ തുടങ്ങി. ഈ തക്കത്തിന് ചാക്യാർ നമ്പ്യാരെ കണക്കിന് കളിയാക്കി. ചാക്യാരുടെ പരിഹാസത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി അന്ന് രാത്രിയിൽ തന്നെ കല്യാണ സൗഗന്ധികം കഥ നമ്പ്യാർ തുള്ളൽ രൂപത്തിൽ എഴുതി. അടുത്ത ദിവസം ചാക്യാർ കൂത്തു തുടങ്ങിയപ്പോൾ കുരുത്തോലയും മറ്റും അണിഞ്ഞ് താളമേളങ്ങളോടുകൂടി പടിഞ്ഞാറേ കളിത്തട്ടിൽ നിന്നുകൊണ്ട് നമ്പ്യാർ തുള്ളൽ തുടങ്ങി. പുതിയ കലാരൂപം അവിടെ വന്ന ജനത്തിന് നന്നേ രസിച്ചു. ജനങ്ങൾ കൂത്ത് കാണാൻ നിൽക്കാതെ തുള്ളൽ കാണാൻ ചെന്നു. ഇതാണ് തുള്ളലിൻ്റെ ആവിർഭാവത്തിന് പിന്നിലെ ഐതിഹ്യം. ചാക്യാരുടെ പരാതിയനുസരിച്ച് ചെമ്പകശ്ശേരി രാജാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തുള്ളൽ വിലക്കിയിരുന്നുവെന്ന കാര്യം ഈ ഐതിഹ്യത്തിന് ബലം നൽകുന്നു. ഓട്ടൻ, പറയൻ, ശീതങ്കൻ എന്നിങ്ങനെ തുള്ളലുകൾ 3 വിധമുണ്ട്. ഓട്ടൻ തുള്ളലിൽ വേഷം കെട്ടുന്നയാൾ തന്നെയാണ് പാടുകയും ചെയ്യുന്നത്. പക്കമേളക്കാർ അത് ഏറ്റുപാടും. മദ്ദളവും കൈമണിയുമാണ് പക്കമേളം. പഴയ പടയണിത്തുള്ളലിലെ വേഷം പരിഷ്കരിച്ചാണ് തുള്ളലിൽ സ്വീകരിച്ചിരിക്കുന്നത്. 3 തുള്ളലിൻ്റെയും വേഷവിധാനത്തിന് വ്യത്യാസമുണ്ട്. ഓട്ടംതുള്ളലിൽ തലയിൽ കിരീടവും വട്ടമുടിയും ചുവന്ന പട്ടും ധരിക്കുന്നു. ശീതങ്കനിൽ തലയിൽ ഉറുമാൽ ചുറ്റിക്കെട്ടി കുരുത്തോല ചമയങ്ങളും ഓട്ടംതുള്ളലിൻ്റേതുപോലെ പ്രത്യേകതരം പാവാടയും ധരിക്കുന്നു. പറയൻതുള്ളലിൽ ഒരു പ്രത്യേകതരം കിരീടം ധരിക്കുകയും ചെയ്യുന്നുണ്ട്. മുണ്ട് പാവാട പോലെയാക്കി ഉടുക്കുകയും ചെയ്യുന്നു. നമ്പ്യാർ സാഹിത്യത്തിൻ്റെ സവിശേഷത അതിന് കേരളം വിട്ടൊരു കഥാരംഗവും വർത്തമാനകാലം വിട്ടൊരു കാലവും ഇല്ലെന്നുള്ളതാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതം തന്നെ ഫലിതമായിരുന്നു. നമ്പ്യാരുടെ ഫലിതോക്തി പ്രകാശിപ്പിക്കുന്ന നിരവധി കഥകളുണ്ട്. നമ്പ്യാർ അമ്പലപ്പുഴയിൽ താമസിക്കുന്ന കാലത്ത് ചെമ്പകശ്ശേരി രാജാവിൻ്റെ ഗുരുവായി ഒരു കൈപ്പൂഴ നമ്പൂതിരി ഉണ്ടായിരുന്നു. രാജാവിൻ്റെ പ്രീതി നിമിത്തം ഈ നമ്പൂതിരി മറ്റുള്ളവരെയെല്ലാം ധിക്കരിക്കുകയും കൊട്ടാരത്തിലെ സാധനങ്ങൾ സ്വന്തം ആവശ്യത്തിനെടുക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം രാജാവ് നമ്പൂതിരിയോടൊപ്പം നടന്നു വരുന്നത് കണ്ട് നമ്പ്യാർ അവർ അടുത്തു വന്നപ്പോൾ യാദൃച്ഛികമായി എന്ന പോലെ കയ്യിലിരുന്ന പാത്രം താഴെയിട്ട് ജാള്യത്തോടെ നിന്നു. രാജാവ് കാര്യമന്വേഷിച്ചപ്പോൾ കൈപ്പിഴ വന്നതുകൊണ്ടുള്ള ഗ്രഹപ്പിഴയെന്നായിരുന്നു നമ്പ്യാരുടെ മറുപടി. ഇത് കേട്ട രാജാവിന് കാര്യം മനസ്സിലായി. ഒരിക്കൽ
നമ്പ്യാർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് അവിടുത്തെ നമ്പി, അതായത് ശാന്തിക്കാരൻ, നമ്പ്യാരോട് താൻ ആരാണ് എന്ന് ചോദിച്ചു. ഉടൻ വന്ന് നമ്പ്യാരുടെ മറുപടി നമ്പ്യാർ തന്നെ കളിയാക്കുകയാണെന്ന് ധരിച്ച് ദേഷ്യപ്പെട്ട നമ്പി മഹാരാജാവിനോട് സങ്കടമുണർത്തിച്ചു. കൽപ്പന പ്രകാരം തിരുമുമ്പിൽ ഹാജരാക്കപ്പെട്ട നമ്പ്യാർ പറഞ്ഞു, നമ്പിയാരെന്നു ചോദിച്ചു, നമ്പിയാരെന്നു ചൊല്ലിനേൻ, നമ്പിക്കേട്ടത കോപിച്ചു, തമ്പുരാനെ പൊറുക്കണേ. നമ്പിയാരെന്ന് ചോദിച്ചതിന് ഈണത്തിൽ നമ്പ്യാർ എന്ന് മറുപടി പറയുക മാത്രമേ താൻ ചെയ്തുള്ളൂ. എന്നാൽ ഈ രസകരമായ സമാധാനം കേട്ട് മഹാരാജാവും രസിക്കുകയാണുണ്ടായത്. പണ്ഡിതന്മാരുടെ വംശത്തിന് ജനിച്ച പല പണ്ഡിതന്മാരുടെയും ശിഷ്യത്വം സ്വീകരിച്ച മഹാനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. സംസ്കൃതത്തിലും മലയാളത്തിലും പാണ്ഡിത്യം നേടിയ അദ്ദേഹത്തിന് ഹിന്ദുസ്ഥാനി, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ അവഗാഹമുണ്ടായിരുന്നു. ഈശ്വരഭക്തനും സദാചാര നിഷ്ഠനുമായിരുന്ന മഹാകവി പ്രസന്നമായ ജീവിതമാണ് നയിച്ചിരുന്നത്. സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കും ദുർനയങ്ങൾക്കുമെതിരെയാണ് അദ്ദേഹം ആക്ഷേപഹാസ്യം ചൊരിഞ്ഞത്. ജനങ്ങളുടെ സംഭാഷണ ശൈലിയിൽ നിന്നും ഇത്രയധികം പഴഞ്ചൊല്ലുകളും പദശൈലികളും സ്വീകരിച്ച മറ്റൊരു കവി മലയാള ഭാഷയിലില്ല. ഇതൊക്കെയാണെങ്കിലും കാണികളെ ചിരിപ്പിച്ച കവിക്ക് വേണ്ടി കാലം കാത്തുവച്ചത് ദയനീയമായിരുന്ന ഒരു അന്ത്യമായിരുന്നു അത്രേ. നമ്പ്യാർ പേപ്പട്ടി വിഷബാധയേറ്റ് പേയിളകി മരിക്കുകയാണുണ്ടായത് എന്നാണ് വിശ്വാസം. ഇത്തരം അറിവ് കലർന്ന വീഡിയോകൾ കാണുന്നതിലേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.